23 തരം വിഭവങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ ഫാമിലിയിലുള്ള എല്ലാവർക്കും വേണ്ടിയിട്ട് ഓണസദ്യ നമുക്ക് തയ്യാറാക്കിയാലോ. അപ്പോൾ അങ്ങനെയുള്ള ചെറിയൊരു തിരക്കാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉണ്ടാവുക കേട്ടോ. അപ്പോൾ വളരെ സിമ്പിളായിട്ട് എങ്ങനെ ഒരു ഓണസദ്യ തയ്യാറാക്കാം ആ ഒരു രീതിയിലാണ് നമ്മൾ കറികളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ തലേദിവസം തന്നെ കഷ്ണങ്ങളെല്ലാം നമ്മൾ നുറുക്കി വെക്കും കേട്ടോ. അപ്പോൾ തന്നെ നമ്മുടെ പകുതി പണി കഴിഞ്ഞു. പിന്നെ രാവിലെ എണീറ്റ് വെക്കേണ്ട ഒരാവശ്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ സദ്യയും കാര്യങ്ങളൊക്കെ ഒരുക്കിയെടുക്കാനായിട്ട് വളരെ എളുപ്പമായിരിക്കും കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ. അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് പോവാം വയോട്ടാ. അപ്പോൾ നമ്മൾ ഇന്ന് ആദ്യം ഉണ്ടാക്കുന്നത് പുളിഞ്ചിയായിട്ട് അപ്പോൾ പുളിഞ്ചി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കിയാൽ 100 ഗ്രാം പുളി നമ്മളിതാ ഒരു അരമണിക്കൂർ നേരം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഈ പുളി ഉണ്ടല്ലോ നന്നായിട്ട് പിഴിഞ്ഞ് അരിച്ച് എടുക്കണം കേട്ടോ. അപ്പോൾ അതായത് നമ്മൾ പുളി പിഴിഞ്ഞെടുക്കുമ്പോൾ ഒരു 4 ഗ്ലാസ് വെള്ളത്തിലെങ്കിലും വേണം ഈ പുളി പിഴിഞ്ഞ് നമുക്ക് എടുക്കാനായിട്ട്. അപ്പോൾ നമുക്കിതാ പുളി നന്നായിട്ട് കൈ കൊണ്ടൊക്കെ ഇങ്ങനെ അമർത്തി നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം കേട്ടോ. ഇത് നമുക്കൊന്ന് അരിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മളുണ്ടല്ലോ പുളി നോക്കി നന്നായിട്ട് പിഴിഞ്ഞ് ഒരു 4 ഗ്ലാസ് വെള്ളത്തിലാട്ടോ നമ്മൾ ഈ പുളി പിഴിഞ്ഞെടുത്തിട്ടുള്ളത്. ഇനി ചട്ടി നന്നായി ചൂടായി വന്നു. അതിലേക്ക് നമ്മളിതാ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 3 ടീസ്പൂണിൻ്റെ അടുത്തേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നു. അതിലേക്ക് നമ്മളിതാ കടുക് ഇട്ട് കൊടുക്കണം. 1 ടീസ്പൂൺ കടുകാണ് ഇട്ടിട്ടുള്ളത്. കടുക് പൊട്ടി തുടങ്ങി നമ്മൾ അതിലേക്ക് ഒരു 2 വറ്റമുളക് നടുമുറിച്ചിട്ടിട്ടുണ്ട്. കൂടെ തന്നെ നമ്മൾ അതിലേക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കറിവേപ്പില ഇത്തിരി കൂടിയാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ചെറിയൊരു കൊത്ത് നാളികേരം കേട്ടോ. കാരണം കുറച്ചിങ്ങനെ അരിഞ്ഞത്. അപ്പോൾ നോക്കുകയാണെങ്കിൽ 1 ടീസ്പൂണിൻ്റെ അടുത്തേക്ക് ഉണ്ടാവും. അപ്പോൾ അതിട്ട് കൊടുക്കാം. നാളികേരം കൊത്തൊക്കെ ഇട്ട് ചെറുതായിട്ടൊരു ഗോൾഡൻ കളർ വന്നോളൂ. ഈ സമയത്ത് നമ്മൾ അതിലേക്ക് ഇഞ്ചിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇഞ്ചി നല്ല തരിതരാന്നരിഞ്ഞ ഇഞ്ചിയാണ് ഇടുന്നത്. അപ്പോൾ 100 ഗ്രാം പുളിയിലേക്ക് നമ്മൾ 60 ഗ്രാം ഇഞ്ചിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇഞ്ചി ഇതേപോലെ ചെറുതായിട്ട് നല്ലൊരു ഗോൾഡൻ കളറൊക്കെ ആയി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ പിഴിഞ്ഞ് വെച്ച പുളിവെള്ളം ഉണ്ടല്ലോ അത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഒന്ന് ഇളക്കി കൊടുത്ത് നമുക്കിതിലേക്കുണ്ടല്ലോ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഇപ്പം നമ്മളിത് കുറച്ചിട്ട് കൊടുക്കണുള്ളൂ കേട്ടോ. ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്തേക്കാണ് നമ്മളിപ്പോൾ ഉപ്പിട്ട് കൊടുത്തിട്ടുള്ളൂ. ഒരു 1/4 ടീസ്പൂണിൻ്റെ അടുത്തേക്ക് മുളക് പൊടി വേണ്ട. 1/4 ടീസ്പൂണിൻ്റെ അത്ര എടുത്തിട്ടില്ല കേട്ടോ. അതിനേക്കാളും കുറവായിട്ട് എടുത്തിട്ടുള്ളൂ മഞ്ഞൾപ്പൊടി. അതും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് ഇളക്കി തിളച്ച് കുറുകി വരണേട്ട് നമുക്ക് പുളിവെള്ളം തിളച്ച് ചെറിയ രീതിയിൽ ഒന്ന് കുറുകി വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ അതിലേക്ക് നോക്കിയാൽ ഒരു അച്ച് ബെല്ലാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. നല്ല കിടന്ന് തിളക്കിനോട് കൂടി തന്നെ ഉരുവയ്ക്കും വരും. ഇപ്പം നോക്കി നമ്മുടെ പുളിഞ്ചി റെഡി ആയിട്ട് അത് നന്നായിട്ട് കുറുകി ഇതേപോലെ ആയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മളിതാ ഗ്യാസ് ഓഫ് ചെയ്യാണ്. അടുത്തത് നമ്മൾ ഉണ്ടാക്കുക സദ്യ കുറുക്കുകാലിനാണ് വെക്കണേ. അപ്പോൾ നോക്കി നമ്മൾ ഇതേപോലെ കഷ്ണങ്ങളാക്കിയിട്ടായിട്ട് എടുത്തിട്ടുള്ളത് കായും ചേനയും. കായ തൊലിയൊക്കെ കളഞ്ഞ് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കായ എടുത്തിട്ടുള്ളത് ഒരു കായാണ്, അത്യാവശ്യം മീഡിയം വലിപ്പമുള്ള ഒരു നേന്ത്രക്കായ. അതേ അളവിൽ തന്നെയാണ് കേട്ടോ നമ്മൾ ചേന എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കായും ചേനയും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണിൻ്റെ അടുത്തേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പച്ചമുളക് നടുകീറിയത് ഇട്ട് കൊടുക്കാം. കറിവേപ്പിലാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ 2 കതിര് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കഷ്ണമൊക്കെ ഒന്ന് മുങ്ങിക്കെടുക്കാവുന്ന രീതിയിലാണ് കേട്ടോ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് മൂടി വയ്ക്കാം കേട്ടോ. തീ കത്തിച്ച് നമ്മുടെ ചട്ടി അടുപ്പത്ത് കയറ്റിയിട്ടുണ്ട്. ഇതിവിടെ ഇരുന്ന് വേവട്ടെ കേട്ടോ. ഒപ്പം നമുക്ക് ഇതിലേക്കുണ്ടല്ലോ 1/2 മുറി നാളികേരം ചെരുകിയത്, ഒരു 8 കുരുമുളക്, 2 പച്ചമുളക്, പിന്നെ ഒരു 1/2 കപ്പ് തൈര്. പിന്നെ നമുക്ക് ഇതിലേക്കുണ്ടല്ലോ 1 ടീസ്പൂൺ ജീരകം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം കൂടി നമുക്ക് നല്ല പേസ്റ്റ് പോലെ തന്നെ അടിച്ചെടുക്കാം കേട്ടോ. അതായത് നല്ല വെണ്ണ പോലെ. അപ്പോൾ നമ്മൾ നോക്കിയേ കണ്ടോ, നല്ല വെണ്ണ പോലെ നമ്മളിത് നാളികേരം അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കഷ്ണങ്ങളൊക്കെ തിളച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് തീ കുറവിൽ വെച്ചിട്ട് വേണം നമുക്കൊന്നത് വേവിച്ചെടുക്കാനായിട്ട് കേട്ടോ. നമുക്കുണ്ടല്ലോ മൂടി ഒന്ന് തുറന്ന് നോക്കാം കേട്ടോ. അപ്പോൾ നോക്കി നമ്മുടെ ചേനയും കായൊക്കെ വെന്തിട്ടുണ്ട്. നമുക്കിതാ കൈ കൊണ്ടൊന്ന് ഇങ്ങനെ അമർത്തി നോക്കാം. അപ്പോൾ അറിയാം കേട്ടോ. ഇത് കണ്ടോ, ചേന വെന്തു. അപ്പോൾ കായും വെന്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ അടിച്ച് വെച്ച തൈര് നാളികേരം ഉണ്ടല്ലോ അത് ഈ സമയത്ത് നമ്മളതിലേക്ക് ഒഴിച്ച് കൊടുക്കും കേട്ടോ. നമുക്കുണ്ടല്ലോ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ അത് മാത്രമല്ല കേട്ടോ, നമ്മൾ ഇങ്ങനെ കാളം വയ്ക്കുമ്പോൾ അത്യാവശ്യം പുളിയുള്ള ഒരു തൈരാണ് എപ്പോഴും നല്ലത് കേട്ടോ. അന്ന് നല്ല പുളി ആവശ്യമില്ല ആ രീതിയിൽ കേട്ടോ. ഇനിയിപ്പോൾ നമുക്കൊന്ന് മൂടി വെച്ച് നന്നായിട്ട് തിളക്കട്ടെ. നമുക്കുണ്ടല്ലോ ഒന്ന് മൂടി തുറന്ന് നോക്കാം. അപ്പോൾ നോക്കിയേ കണ്ടോ, ഇതേപോലെ തിളച്ചിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമുക്ക് എപ്പോഴും ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ.
ഇപ്പം നോക്കിയാൽ നമ്മുടെ കാളൻ നോക്കിയാൽ കുറുക്ക് കാളനായിട്ട് വന്നിട്ടുണ്ട് കണ്ടോ. ഇനിയിപ്പോൾ ഈ ചട്ടിലിരുന്ന് ഒന്നും കൂടി കട്ടിയാവും കേട്ടോ. അപ്പോൾ ഇതാണ് ഒരളവ്. ഈ ഒരു സമയത്ത് നമ്മൾ അതിലേക്കുണ്ടല്ലോ ഒരു ഇങ്ങനെ പിടിച്ചാൽ എത്ര കിട്ടും നമ്മുടെ ഉലുവപ്പൊടി, അതാണ് കേട്ടോ നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. എന്താ എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ചീനച്ചട്ടി ചൂടായി വന്നു. അതിലേക്ക് നമ്മളിതാ 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വന്നു. അതിലേക്ക് നമ്മളിതാ താളിക്കാനായിട്ട് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കണം. കടുക് പൊട്ടി തുടങ്ങി 2 വറ്റമുളക് ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. നമുക്ക് കാളനിലേക്ക് ഒഴിച്ച് കൊടുക്കാം. നമുക്ക് നോക്കിയാൽ നമ്മുടെ കാള റെഡി ആയിട്ടാ. ഇനി നമ്മളുണ്ടല്ലോ നമ്മുടെ മാങ്ങച്ചാറ്, അതേപോലെ തന്നെ വടുകപ്പുളി അച്ചാറാണ് നമ്മൾ ഇടുന്നത് കേട്ടോ. അപ്പോൾ മാങ്ങച്ചാറ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിതാ മാങ്ങ ഇതേപോലെ ചെറിയ കൊത്തി അരിഞ്ഞ് ചെറുതാക്കി നുറുക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു 4 മണിക്കൂർ നേരം നമ്മൾ മാങ്ങ അരിഞ്ഞിട്ട് അതിൽ കുറച്ച് ഉപ്പിട്ടിട്ട് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കണ്ടു ഇതിൽ വെള്ളമൊക്കെ ഇങ്ങനെ വരും കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്കുള്ള പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളിതേ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. മുളക് പൊടി നമുക്ക് ഇത്തിരി കൂടുതൽ ഇട്ട് കൊടുക്കാം കേട്ടോ. അതാ 1, 2, 3 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്തേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 നുള്ള് നമ്മളെന്താണ് ഉലുവപ്പൊടി കേട്ടോ. 2 നുള്ള് കായപ്പൊടി. നമുക്കിതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ മാങ്ങയിൽ ഉപ്പിട്ട് വെച്ചാൽ കാരണം അതിലത്തെ ആ ഒരു വെള്ളമുണ്ട്. ഇനി കൂടുതൽ വെള്ളം വേണമെന്ന് തോന്നുകയാണെങ്കിൽ വെള്ളം തിളപ്പിച്ചിട്ട് ഇളം ചൂടോട് കൂടിയിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. ഇത്തിരി വെള്ളം വേണമെന്നുണ്ടെങ്കിൽ മാത്രം അങ്ങനെ ചെയ്താൽ മതി, അല്ലെങ്കിൽ ഇതേപോലെ മതി കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മളിതാ 1 ടീസ്പൂണ് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നും കൂടി ഇളക്കി കൊടുക്കാം. എല്ലായിടത്തേക്കും പച്ച വെളിച്ചെണ്ണ ആവേണ്ട രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഇങ്ങനെ തന്നെ നമുക്ക് ഇങ്ങോട്ട് നീക്കി വയ്ക്കാം. ഇനി ഇതിലേക്ക് താളിക്കണം. അപ്പോൾ അതിന് വേണ്ടി നമ്മളിത് തീ കത്തിച്ച് ചീനിച്ചട്ടി അടുപ്പത്ത് കയറ്റിയിട്ടുണ്ട്. ഈ ചീനിച്ചട്ടി നന്നായിട്ടൊന്ന് ചൂടാവട്ടെ കേട്ടോ. ചീനിച്ചട്ടി ചൂടായി വന്നു. അതിലേക്ക് നമ്മൾ നോക്കിയാൽ 3 ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടാവട്ടെ കേട്ടോ. നമ്മുടെ ഈ മാങ്ങച്ചാറിലേക്ക് ഉണ്ടല്ലോ നമ്മൾ വെളിച്ചെണ്ണ നോക്കിയാൽ നന്നായിട്ട് പുകയണം. ആ രീതിയിലായിരിക്കണം ഇതിൽ കടുകൊക്കെ പൊട്ടിച്ചിടേണ്ടത് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ തീ നന്നായി കൂട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തു. ഒപ്പം തന്നെ 2 വറ്റമുളക് ഇട്ടു. പിന്നെ നമ്മളതിലേക്ക് കറിവേപ്പില ഒന്ന് മുറിച്ചിട്ടു. നന്നായിട്ട് പുകയട്ടെ. ഈ പുകയോട് കൂടിയിട്ട് വേണം നമ്മളിതാ ഗ്യാസ് ഓഫ് ചെയ്ത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാനായിട്ട്. കണ്ടോ ഇങ്ങനെ പുകയണം. ഇതാണ് കേട്ടോ നമ്മുടെ ഈ അച്ചാറിൻ്റെ ടേസ്റ്റ്. നല്ല രസമാണ് ഇങ്ങനെ. അപ്പോൾ ഇനി ഇതിൽ ചാറൊക്കെ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ മുന്നേ പറഞ്ഞ പോലെ ഒത്തിരി വെള്ളമൊക്കെ ഒന്ന് തിളപ്പിച്ചിട്ട് ഇളം ചൂടിൽ ഒഴിച്ച് കൊടുക്കും ചെയ്യാം കേട്ടോ. അപ്പോൾ അത് നമ്മുടെ മാങ്ങച്ചാറ് റെഡി ആയിട്ടുണ്ട്. ഇതിവിടെ ഇരിക്കട്ടെ. ഇനി നമുക്കുണ്ടല്ലോ വടുകപ്പുളി ഞാൻ എങ്ങനെയാണ് നമുക്കിത് തൊലി ചെത്തി എങ്ങനെ അരിയണ്ടേന്ന് കാണിച്ചു തരാം കേട്ടോ. ഈ സൈഡൊന്ന് കളയണം. അപ്പോൾ ഈ സൈഡും ഇതേപോലെ നന്നായി താത്തി തന്നെ ചെത്തി കളയണം കേട്ടോ. എന്നിട്ട് തൊലി നൈസായിട്ട് മുകളിൽ വശത്ത് ഒന്ന് ചെത്താനാ പാടുള്ളൂ. കണത്തിൽ ചെത്തി കളയരുത് കേട്ടോ. നമ്മൾ നോക്കിയേ ഇതേപോലെയാണ് തൊലി ചെത്തിയൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അരിഞ്ഞെടുക്കാം. ഇതരിയുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കുരു ഉണ്ടല്ലോ, ഈ കുരു നമ്മൾ കളയണം കേട്ടോ. ഇത് പാടില്ല. എല്ലാത്തിൻ്റെ ഉള്ളിൽ കണ്ട ഇതേപോലെ കുരുണ്ട്. ഇത് മുഴുവൻ ഇങ്ങനെ കളഞ്ഞിരിക്കണം. ഓഫ് ചെയ്ത ചേട്ടാ.
അപ്പോൾ നമ്മൾ നോക്കിയേ, ഈ ഒരു കനത്തിലാണ് ആദ്യം ഇങ്ങനെ അരിഞ്ഞെടുക്കുക കേട്ടോ. കണ്ട ഇങ്ങനെ കനം കുറവിൽ. എന്നിട്ട് ഇതാ വീണ്ടും ഇതേപോലെ ചെറുതാക്കി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നാരങ്ങ നോക്കിയാൽ നമ്മൾ ഇതേപോലെ ഇതാ ചെറുതാക്കി എല്ലാം അത് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കുണ്ടല്ലോ ഒരു ഗ്ലാസ് ഞാൻ വെള്ളം എടുത്തിട്ടുണ്ട്. തീ കത്തിച്ച് നമുക്ക് ഈ വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. ഒപ്പം തന്നെ നമുക്ക് ഇതിലേക്കുണ്ടല്ലോ നാരങ്ങയിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഒരു 4 ടീസ്പൂൺ മുളക് പൊടി ഇടാം കേട്ടോ. 4 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു നുള്ള് കായപ്പൊടി, അതേപോലെ തന്നെ ഒരു നുള്ള് ഉലുവപ്പൊടി കേട്ടോ. പിന്നെ നമ്മളിതിലേക്കുണ്ടല്ലോ കറിവേപ്പില കുറച്ച് കൂടുതൽ, ഒരു 3 കതിരി കറിവേപ്പില ഞാൻ എടുത്തിട്ടുണ്ട്. അത് കൈ കൊണ്ട് നമുക്കിതിങ്ങനെ പിച്ചി നുറുക്കിയിട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കതിലേക്ക് ഒരു 3 പച്ചമുളക് ഇതേപോലെ വട്ടത്തിൽ കനം കുറച്ച് അരിഞ്ഞിട്ടുണ്ട്, അതിട്ട് കൊടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഒപ്പം തന്നെ നമുക്കിതിലേക്ക് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അച്ചാറിലേക്കൊക്കെ ഉപ്പ് എപ്പോഴും ഇത്തിരി കൂടുതൽ വേണം. അപ്പം ഞാനിതാ ഇതൊരു ചെറിയ ഇതേപോലത്തെയാണ്. അപ്പോൾ നോക്കുമ്പോൾ 2 ടീസ്പൂണാണ് കേട്ടോ നമ്മൾ ഉപ്പും പൊടി ഇട്ട് കൊടുത്തിട്ടുള്ളത്. ടീസ്പൂൺ അളവ് നോക്കുകയാണെങ്കിൽ. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. വേപ്പിലയും അതേപോലെ പച്ചമുളകും പൊടികളൊക്കെ നമ്മുടെ നാരങ്ങയുടെ എല്ലായിടത്തേക്കും ആവേണ്ട രീതിയിൽ തന്നെ നമ്മളിത് ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കുണ്ടല്ലോ നമ്മളുടെ വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, വെള്ളം തിളച്ചിട്ടുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്യാണ്. ഇനി ഈ വെള്ളം ഉണ്ടല്ലോ നമുക്ക് ഇളം ചൂട് അത്രേ പാടുള്ളൂ കേട്ടോ. അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മുടെ വെള്ളം ഒന്ന് ചൂടാറട്ടെ. നമ്മുടെ വെള്ളം ഇളം ചൂടായിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ വിനാഗിരിയായിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു അളവിലായിരിക്കും നമ്മുടെ സദ്യക്കൊക്കെ ഉണ്ടാവണ നാരങ്ങ അച്ചാർ കേട്ടോ. ഇത്രേ ഉള്ളൂ നാരങ്ങ അച്ചാർ, വേറെ നമ്മളിതിലൊന്നും ചെയ്യില്ല. പക്ഷേ അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ള ഈ 2 അച്ചാറായാലും നമുക്ക് സദ്യക്ക് മാത്രം, അതായത് നാളെ ഒരു സദ്യ ഒരുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന 2 അച്ചാറാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അച്ചാർ റെഡി. അപ്പം നമ്മുടെ സദ്യയിലത്തെ 3 ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞു. അതായത് പുളിഞ്ചി, അച്ചാർ, കാളൻ. ഇനി നമ്മൾ അടുത്തായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് നമുക്ക് ഉപ്പേരി വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ 4 കായാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 2 കായ വട്ടുപ്പേരി അരിയാനും 2 കായ നമ്മുടെ ശർക്കര ഉപ്പേരി അരിയാനും വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ വട്ടുപ്പേരി നമുക്കിതാ അരിയാനായിട്ട് ഈ ഒരു കനത്തിലാട്ടോ നമ്മൾ അരിഞ്ഞെടുക്കണേ. നമ്മളുണ്ടല്ലോ ഈ കായ തൊലി പൊളിച്ച് മഞ്ഞൾ വെള്ളത്തിൽ 5 മിനിറ്റ് നേരം ഇട്ട് വെച്ചിട്ടാണ് നമ്മൾ പിന്നീട് തുടച്ചെടുക്കും. എന്നിട്ടാട്ടോ നമ്മളിത് അരിഞ്ഞിങ്ങനെ എടുക്കുന്നത്. ശർക്കര ഉപ്പേരിയിലേക്ക് നമ്മൾ കായ നുറുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. സെൻറ്റർ ഇങ്ങനെ മുറിച്ചിട്ട്, ഇപ്പം ഈ കായ ആയാലും നമ്മൾ മഞ്ഞൾപ്പൊടിയിലൊക്കെ ഇട്ടിട്ട് എടുത്തിട്ടുള്ള കായാണ്. എന്നിട്ട് ഇങ്ങനെ ചെരിച്ചിട്ട് വേണം ഒന്ന് കട്ട് ചെയ്യാനായിട്ട്. കണ്ടോ, ഈ ഒരു ഷേപ്പിലായിരിക്കണം കേട്ടോ. ഒരു ചെരിവുണ്ടാവും വേണം. അപ്പം നമ്മൾ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ശർക്കര ഉപ്പേരിക്കുള്ള കായാണ് നമ്മൾ ആദ്യം വറുത്തെടുക്കുന്നത് കേട്ടോ. ഇട്ട് കൊടുത്ത് ഏതാണ്ട് ഒന്ന് നമുക്ക് ആ വെളിച്ചെണ്ണ ആയിരിക്കും ഇങ്ങനെ കായ കണ്ട ഇതേപോലെ പൊന്തി വന്ന് തുടങ്ങി കണ്ട. അപ്പോൾ ഒന്ന് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അതാണെങ്കിൽ ഇതല്ലെങ്കിൽ കട്ട പിടിക്കും, കായകൾ തമ്മിൽ കൂട്ടിമുട്ടിയിട്ട്. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ശർക്കര ഉപ്പേരിക്ക് ഇട്ടിട്ട് കായ ഇങ്ങനെ കിടന്ന് ഓടി തുടങ്ങിയിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് ആയോ എന്ന് അറിയണമെങ്കിൽ നമ്മളതിൽ നിന്ന് ഒരു കഷ്ണം എടുത്തിട്ട്, നല്ല ചൂടൊക്കെ ഉണ്ടാവും കേട്ടോ ഈ സമയത്ത്. എന്നിട്ട് പതുക്കൊന്ന് ഊതി കൊടുത്തിട്ട് ഇങ്ങനെ പൊട്ടിക്കുക. അപ്പോൾ വേണ്ട പെട്ടെന്ന് പൊട്ടി പോകുന്നു. അപ്പോൾ അത് പാകം ആയെന്നാണ് കേട്ടോ. അപ്പോൾ നമുക്കിതാ എല്ലാം ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഇതിവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ഇതേ സെയിം വെളിച്ചെണ്ണയിൽ തന്നെ നമുക്ക് വട്ടുപ്പേരിയും കൂടി വറുത്തെടുക്കാം കേട്ടോ.
നല്ല തീച്ചൂട് തന്നെ ഉണ്ടായിട്ടോ കേട്ടോ. എങ്കിൽ മാത്രമാണ് നമ്മുടെ കായ നല്ല പോളച്ച്, നമ്മൾ പറയില്ലേ ചില കായ കടിച്ചിരുമ്പോൾ നല്ല പോളച്ച പോലെയെന്ന്, അങ്ങനെ ആയി കിട്ടുള്ളൂ. വട്ടപ്പേരിയുടെ കായ ഇതേപോലെ വെളിച്ചെണ്ണയിൽ ഇങ്ങനെ കിടന്ന് ഓടി തുടങ്ങണ ഈ ഒരു സമയത്ത് നമുക്കതിലേക്കുണ്ടല്ലോ ഒരു ടീസ്പൂണ് ഉപ്പിട്ടിട്ട് ഞാൻ അതേ കലക്കി വെച്ചിട്ടുള്ളതാണ്. അതിൽ നിന്ന് 2 ടീസ്പൂണിൻ്റെ അടുത്തേക്ക് നമ്മൾ ഒഴിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഉപ്പ് വെള്ളമൊക്കെ ഒഴിക്കുമ്പോൾ ഇതേപോലെ തെറിക്കും. അപ്പോൾ ഒന്ന് നീങ്ങുന്നുള്ളൂ കേട്ടാ. തീ കുറച്ച് വെച്ചിട്ടാവുന്നതും ഒഴിക്കാൻ നോക്കുകയും ചെയ്തോളൂ വെള്ളം. ഉപ്പ് വെള്ളമൊക്കെ ഒഴിച്ചപ്പോൾ നമുക്കിങ്ങനെ പത പോലെ വന്നൂല്ലോ. പതൊക്കെ ഇതേ വറ്റിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഇതേപോലെ തന്നെ അരിപ്പ് പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. അതായത് വെളിച്ചെണ്ണയ്ക്ക് അടി വാർന്ന് പോകണം അതേ സെയിം പാത്രത്തിലേക്ക് തന്നെ. കണ്ടതിൽ ഇടുമ്പോഴേ നമുക്കറിയാം സൗണ്ട് കണ്ട. അപ്പോൾ നമ്മുടെ വട്ടപ്പേര് വറക്കൽ കഴിഞ്ഞു. ഇനി നമുക്ക് ബെല്ലുരുക്കിയെടുക്കണം, അതായത് ശർക്കര ഉപ്പേരി റെഡിയാക്കാൻ വേണ്ടിയിട്ട്. തീ കത്തിച്ച് ബെല്ലുരുക്കാൻ വെക്കാം. അപ്പോൾ ഞാനുണ്ടല്ലോ നോക്കിയേ, ഒരു 3 അച്ച് ബെല്ലാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അതൊരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടാട്ടോ നമ്മൾ ഉരുക്കിയെടുക്കുന്നത്. നമ്മുടെ ശർക്കര ഉപ്പേരിയിലേക്ക് ഉണ്ടല്ലോ 2 ടീസ്പൂണ് പഞ്ചസാര പൊടിച്ചത്, പിന്നെ ചുക്ക് പൊടിച്ചത് 1/2 ടീസ്പൂണ്, ഏലക്കായ പൊടിച്ചത് 1/2 ടീസ്പൂണ് കേട്ടോ. ഇത് എല്ലാം കൂടി നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിവിടെ ഇരിക്കട്ടെ. നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ള ഒരാളാണ് കേട്ടത്. വെള്ളം അവിടെ ഉരുകി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിതാ ഗ്യാസ് ഓഫ് ചെയ്യാണ്. ഇനി നമുക്കിതൊന്ന് അരിച്ചിട്ട് വേണം ഉപയോഗിക്കാനായിട്ട്. നമ്മളുണ്ടല്ലോ തീ കത്തിച്ച് ഒരു പാത്രം അടപ്പത്ത് കയറ്റിയിട്ടുണ്ട്. ഈ പാത്രം ഒന്ന് ചൂടാവട്ടെ കേട്ടോ. നമ്മുടെ പാത്രം ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്കിതാ ബെല്ലുരുക്കിയതുണ്ടല്ലോ അരിച്ച് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നന്നായിട്ട്, അതായത് ഒരു നൂല് പരുവെന്ന് പറയും, ഞാൻ പറഞ്ഞു തരാം. അതുവരെ നമ്മളിതിങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. നമ്മളിതാ ബെല്ലുരുക്കിയിട്ട് ഞാൻ പറഞ്ഞല്ലോ ഒരു നൂല് പരുവെന്ന്. അപ്പോൾ അതായത് ഇതിങ്ങനെ തൊട്ടിട്ട് ഇതിങ്ങനെ ആക്കുമ്പോൾ വേണ്ട ഒരു നൂല് ഇതാണ് കേട്ടോ ഒരു നൂല് പരുവെന്ന് പറയണത്. ഈ സമയത്ത് നമുക്കതിലേക്ക് തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് പേര് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഈ ഇളക്കി കൊടുക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഇവിടെ ആക്കി വെച്ചിട്ടുള്ള പൊടി ഉണ്ടല്ലോ അത് കുറേശ്ശെയായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ. ബാക്കിയുള്ളതും കൂടി നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതായത് ഇത് തമ്മിൽ കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ഇട്ട് കൊടുത്ത് നമ്മളിതാ തീ ഓഫ് ചെയ്തു കേട്ടോ. ഇനി നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. ഇത് ചൂടാറുന്ന വരും. ശർക്കര ഉപ്പേരി റെഡി ആയിട്ടാണ്. ഇനി അടുത്ത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഉരുളൻകിഴങ്ങും സബോളയും ഉപയോഗിച്ചിട്ടുള്ള ഇഷ്ടുകറിയാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കണേ. അപ്പോൾ ഒരു 4 ഉരുളൻകിഴങ്ങ് നുറുക്കിയെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു 3 സബോളയും നമ്മൾ നുറുക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ ചതുരം കഷ്ണങ്ങളായിട്ടാണ് നമ്മൾ നുറുക്കിയെടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ സബോള നോക്കിയാലും നമുക്കറിയാം അത്യാവശ്യം വീതിയിലായിട്ട് നമ്മൾ നുറുക്കി നോക്കണേ. കണ്ടോ ഈ ഒരു വീതിയിൽ. ഈ കത്തിച്ച് ചീനിച്ചട്ടി അടുപ്പത്ത് കയറ്റിയിട്ടുണ്ട്. ഈ ചീനിച്ചട്ടി ഒന്ന് ചൂടാവട്ടെ കേട്ടോ. ഒപ്പം നമുക്ക് ഈ ചട്ടിയിലേക്ക് നമുക്കിതാ ഉരുളൻകിഴങ്ങ് ഇട്ട് കൊടുക്കാം, സബോള ഇട്ട് കൊടുക്കാം, 2 പച്ചമുളക് നടുകയറിയത്, 3 വെളുത്തുള്ളി ചെറുതാക്കി നുറുക്കിയെടുത്തത്, ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി നീളത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം, ഒരു 3 കതിര് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ചീനിച്ചട്ടി ചൂടായി. അപ്പോൾ നമ്മളിതിൽ വെളിച്ചെണ്ണ ഒന്നും ഒഴിക്കില്ല. നമുക്ക് മുളകും മല്ലി മഞ്ഞളൊക്കെ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഞാനിതാ 2 ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഒരു 3 ടീസ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, പിന്നെ 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, 1 ടീസ്പൂണ് ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ പൊടികളൊക്കെ ഒന്ന് നമുക്ക് ചൂടാക്കി എടുക്കണം കേട്ടോ. പൊടികളൊക്കെ ചൂടായി തുടങ്ങി. അപ്പോൾ ഒരു നല്ലൊരു മണം വരും കേട്ടോ ആ പൊടികളൊക്കെ ചൂടാവുമ്പോൾ. അപ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. നേരെ നമുക്കിത് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഞാനുണ്ടല്ലോ 1/2 മുറി നാളികേരം ചെരുകിയിട്ട് 2-ാം പാലും 3-ാം പാലും കൂടി 4 ഗ്ലാസ് വെള്ളമാണ് ഉള്ളത്. അത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മളിതിൽ വേറെ വെള്ളമൊന്നും ഒഴിക്കില്ല. ഇത്രയും വെള്ളം മതിയിട്ട് നമുക്ക് ഉരുളൻകിഴങ്ങ് സബോളയിലെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ.
ഉപ്പൊക്കെ ഇടുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക. ആദ്യം കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക, പിന്നെ വേണമെങ്കിൽ ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് മൂടി വയ്ക്കാം. അപ്പോൾ നമുക്കിത് ഇപ്പുറത്ത് അടുപ്പ് കത്തിച്ച് ചട്ടി നമുക്ക് അടുപ്പിലേക്ക് കയറ്റാം കേട്ടോ. ഇങ്ങനെ തന്നെ ഇവിടെ ഇരുന്ന് വേവട്ടെ. അപ്പോൾ നമ്മൾ ചീനച്ചട്ടിക്ക് വെച്ചിതാ വെളിച്ചെണ്ണയ്ക്ക് നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിതാ ഒരു അരമുറി നാളികേരം കേട്ടോ ചെരുകി എടുത്തിട്ടുള്ളത്. അത് നമുക്കൊന്ന് വറുത്തെടുക്കാം. നല്ലൊരു ഗോൾഡൻ കളർ ആവണ വരെ തന്നെ വറുത്തെടുക്കണം കേട്ടോ. ഗോൾഡൻ കളറല്ല, അതിനും കൂടുതൽ ഒരു കളർ വരണം. നോക്കിയപ്പോൾ നമ്മൾ നാളികേരമൊക്കെ ഇട്ടതാ ഇതേപോലെ ഒരു കളർ വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതാ ഗ്യാസ് ഓഫ് ചെയ്ത് ഇതിലിപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, ആ വെളിച്ചെണ്ണ ഇതിൽ നമുക്ക് നിർത്താം. അത് ചീനച്ചട്ടിയിൽ തന്നെ വയ്ക്കാം. എന്നിട്ട് നാളികേരം മാത്രമായിട്ട് നമുക്കിതാ മാറ്റി കൊടുക്കാം കേട്ടോ. ഇപ്പം നോക്കിയാൽ നമ്മൾ ഇതിലൊഴിച്ച വെളിച്ചെണ്ണ കണ്ടോ, ഇതിലുണ്ട്. ഈ വെളിച്ചെണ്ണയിൽ നമുക്ക് കറി താളിക്കണം. അപ്പോൾ ഈ വെളിച്ചെണ്ണയിൽ തന്നെ നമുക്ക് ആ കറി താളിച്ചെടുക്കുകയും ചെയ്യാം കേട്ടോ. നമുക്കുണ്ടല്ലോ ഇതാ മൂടി ഒന്ന് തുറന്ന് നോക്കാം. കഷ്ണമൊക്കെ ഇതാ വെന്തിട്ടുണ്ട് കേട്ടോ. അടിച്ചു കൊടുന്ന നമ്മുടെ നാളികേരം ഉണ്ടല്ലോ, അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മൾ നാളികേരം വറുത്തപ്പോൾ ഒരിത്തിരി വെള്ളമൊക്കെ ഒഴിച്ചിട്ടാട്ടോ അടിച്ചെടുത്തത്. ഇനി നമുക്കിതാ തീ കൂട്ടി വെച്ച് ഒന്ന് തിളച്ചോട്ടെ കേട്ടോ. ഇനി നമ്മൾ മൂടി ഒന്നും വെക്കണില്ല, ഇങ്ങനെ തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ ചെയ്യുന്നത്. നമ്മുടെ നോക്കിയ ഉരുളൻകിഴങ്ങ് സബോളയൊക്കെ ഇതാ തിളച്ച് ഇതാ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മളിതാ ഗ്യാസ് ഓഫ് ചെയ്തു കേട്ടോ. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. കണ്ടോ, ഈ ഒരു അളവിലാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് 1-ാം പാൽ ഒഴിക്കാനുണ്ട്. അപ്പോൾ ഇതാ 1-ാം പാൽ നമ്മൾ ഒഴിച്ചു കൊടുക്കും. ഇപ്പം ചട്ടി ആയ കാരണമാണ് ഈ ഒരു അളവ്. പക്ഷേ ഈ ചട്ടിയിലിരുന്ന് ചൂടാറുന്നതിനനുസരിച്ച് ഇതൊന്നും കൂടി കട്ടിയാവും കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ഒന്ന് താളിച്ച് കൊടുക്കണം. ചട്ടിയിൽ ഞാൻ പറഞ്ഞല്ലോ കുറച്ച് വെളിച്ചെണ്ണയുണ്ട്. ആ വെളിച്ചെണ്ണയിൽ തന്നെ നമുക്ക് താളിച്ചെടുക്കാന്നുള്ളത്. 4 ചുവന്നുള്ളി ആയിട്ടോ നമ്മളിതേ കാരണം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുള്ളത് ഇട്ട് കൊടുക്കാം. ഇതാ ഉള്ളി നോക്കിയാൽ ഇതേപോലെ ഒരു കളറായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതാ ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഉരുളൻകിഴങ്ങ് ഇഷ്ടുകറി റെഡി ആയിട്ടാ. അടുത്ത കറി നമ്മൾ വെക്കുന്നത് അവിയലാട്ടാ. അപ്പോൾ അവിയലിലേക്ക് നമുക്ക് എന്ത് കഷ്ണം വേണമെങ്കിലും ഉപയോഗിക്കാം. ഇപ്പം നമ്മളെടുത്തുള്ള കഷ്ണം എന്ന് പറയുന്നത് ഇതാ ഈ ഒരു പാത്രം എല്ലാം ഒരളവിൽ എടുക്കണതാട്ടോ നല്ലത്. കായാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഇതാ പച്ചപ്പയർ, കായ നമ്മൾ നേന്ത്രക്കായ ആട്ടോ ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ ഇതാ കുമ്പളങ്ങ, പിന്നെ ഇതാ ക്യാരറ്റ്, മുരിങ്ങക്കായ. ഇത്രയും സാധനങ്ങളാണ് നമ്മൾ കഷ്ണമായിട്ട് ഉപയോഗിച്ചിട്ടുള്ളൂ. പിന്നെ അതിലേക്ക് ഇതാ ഒരു 3 പച്ചമുളക് ഇട്ടിട്ടുണ്ട്. കാരണം നമ്മളിതിൽ മുളക് പൊടി ഉപയോഗിക്കില്ല കേട്ടോ. പിന്നെ ഇട്ടിട്ടുള്ളത് നമുക്കിതാ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി നമുക്കൊരു 3/4 ടീസ്പൂണിൻ്റെ അടുത്തേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു 2 ടീസ്പൂണ് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം, ഇട്ട് കൊടുക്കാം. കൈ കൊണ്ട് നമുക്ക് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം കേട്ടോ. അതായത് ആ വെളിച്ചെണ്ണയ്ക്കും നമ്മുടെ കഷ്ണത്തിൻ്റെ എല്ലായിടത്തേക്കും ആവേണ്ട രീതിയിലാട്ടോ നമ്മൾ ആക്കിയെടുക്കേണ്ടത്. കണ്ടോ, ഇതേപോലെ നമ്മൾ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. 1/2 ഗ്ലാസിൻ്റെ അടുത്തേക്ക് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ നമുക്കിതാ തീ കത്തിച്ച് നമ്മുടെ ചട്ടി അടുപ്പത്ത് കയറ്റിയിട്ടുണ്ട്. നമുക്കിതാ മൂടി വയ്ക്കാം കേട്ടോ. നമ്മുടെ കഷ്ണങ്ങളൊക്കെ കൂടി ഇരുന്ന് വേവട്ടെ. അതിലേക്ക് നമ്മൾ അതിലേക്ക് 3/4 മുറി നാളികേരം ചെരുകി എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ചുവന്നുള്ളി, പിന്നെ 1 ടീസ്പൂണ് ജീരകം, പിന്നെ 2 പച്ചമുളക്. ഇതെല്ലാം നമുക്കൊന്ന് ചതച്ചെടുക്കണം കേട്ടോ. വെറുതെ ഒന്ന് ചതയാലേ പാടുള്ളൂ, കൂടുതൽ അരിയൊന്നും ചെയ്യരുതിട്ടാ. ഇനി നമുക്കുണ്ടല്ലോ ഇതാ മൂടി തുറന്ന് ഇതൊക്കെ നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഇതാ വെന്തിട്ടുണ്ട് കേട്ടോ. എല്ലാ കഷ്ണം വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്കുണ്ടല്ലോ നമ്മൾ ചതച്ച് കൊണ്ടുവന്ന് നമ്മുടെ നാളികേരം ഉണ്ടല്ലോ അതിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിതാ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ നാളികേരമൊക്കെ കഷ്ണത്തിൻ്റെ എല്ലായിടത്തേക്കും ആവേണ്ട രീതിയിൽ തന്നെ ഇളക്കി കൊടുക്കണം കേട്ടോ. ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഒന്ന് മൂടി വയ്ക്കാം. ആ നാളികേരത്തിലേക്ക് ആ ഒരു പച്ച ചുവയുണ്ടല്ലോ അതൊന്ന് പോണ വരെ കേട്ടോ. നമുക്കുണ്ടല്ലോ ഇതാ ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ചൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് ഇനി ഒഴിക്കേണ്ടത് നല്ല തൈരാണ്.
അത്യാവശ്യം പുളിയുള്ള ഒരു തൈര്, നല്ല പുളി വേണ്ട. അപ്പോൾ അത് നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതാ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് നമുക്ക് തുറന്ന് വയ്ക്കാം കേട്ടോ. കാരണം ഇത് ഒന്ന് വറ്റി കിട്ടണം നമുക്ക്. അപ്പോൾ നോക്കിയേ, നമ്മുടെ അവിൽ കൂട്ടം എന്താ റെഡി ആയിട്ടുണ്ട്. ഞാനിതാ ഗ്യാസ് ഓഫ് ചെയ്യാണ് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ഇത്തിരി പച്ച വെളിച്ചെണ്ണയാട്ടോ നമുക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇത്തിരി പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 1.5 ടീസ്പൂണിൻ്റെ അടുത്തേക്കാട്ടോ നമ്മൾ പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ അവിൽ കൂട്ടം എന്താ റെഡി ആയിട്ടാ. ഇനി അടുത്ത കറി സദ്യ ക്യാബേജ് തോരൻ. ക്യാബേജ് നമ്മൾ നല്ല ചെറുതാക്കി നുറുക്കിയെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 6 ചുവന്നുള്ളി കനം കുറഞ്ഞതാട്ടോ നമ്മൾ ഇട്ട് കൊടുത്ത് നോക്കണേ. പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായി നുറുക്കിയത്. പിന്നെ എരിവിന് ആവശ്യത്തിനനുസരിച്ച് നമ്മുടെ അതിലേക്ക് ഇപ്പോൾ ഒരു 4 പച്ചമുളക് ആട്ടോ നമ്മൾ അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുള്ളത്. 2 കതിരി കറിവേപ്പില കൈ കൊണ്ട് ഇങ്ങനെ പിച്ചി ചീന്തിയിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ ഉണ്ടല്ലോ ഒരു പിടി നാളികേരം ചെറിയത് അതും കൂടി ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. കൈ കൊണ്ട് നല്ല പോലെ എല്ലായിടത്തേക്ക് ആവേണ്ട രീതിയിൽ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കണ്ടോ, ഇതേപോലെ നന്നായിട്ട് നമ്മളിതാ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. തീ കത്തിച്ച് ചീനച്ചട്ടി വെച്ച് അതിലേക്ക് ഒരു 3 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ഇതാ ചൂടായി വന്നപ്പോൾ നമ്മൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുകാട്ടോ ഇട്ട് കൊടുത്തത്. കടുക് പൊട്ടി തുടങ്ങിയപ്പോൾ നമ്മളിത് 2 വറ്റമുളക് നടുമുറിച്ചത് ഇട്ട് കൊടുത്തു. പിന്നെ നമ്മളതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉഴുന്നും പരിപ്പാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മളിത് നേരിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച് നമ്മുടെ കാബേജ് ഉണ്ടല്ലോ അതങ്ങനെ തന്നെ അതിലേക്ക് ഇട്ട് വയ്ക്കുകയാണ്. എന്നിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കും. അതിനുശേഷം നമ്മൾ മൂടി വയ്ക്കുകയൊന്നും ചെയ്യില്ല കേട്ടോ. അപ്പോൾ നോക്കിയാൽ നമ്മുടെ കാബേജ് ഇതേപോലെ ആയി വരുമ്പോഴാണ്, ഈ സമയത്താണ് കേട്ടോ നമ്മൾ ഉപ്പിട്ട് കൊടുക്കുന്നത്. ഉപ്പ് നമ്മൾ ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് ഇട്ട് കൊടുക്കും. പിന്നീട് ഉപ്പ് കുറവാണെങ്കിൽ നോക്കിയിട്ട് വീണ്ടും ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഒന്ന് നന്നായിട്ട് ഉപ്പൊക്കെ എല്ലായിടത്തേക്കും ആവേണ്ട പോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പം നോക്കിയാൽ നമ്മുടെ കാബേജ് തോരൻ റെഡി ആയിട്ടാ. ഇത്ര ഉള്ളൂ കേട്ടോ. വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കാബേജ് തോരനാണ് കേട്ടോ നമ്മൾ റെഡിയാക്കിയിട്ടുള്ളത്. ഇനി നമ്മുടെ അടുത്ത കറി മത്തങ്ങയും പയറും കായും എരിശ്ശേരി ആട്ടാ. അപ്പോൾ അതായത് ഉണക്കപ്പയർ നമ്മളൊരു 1/2 ഗ്ലാസ് ഉണക്കപ്പയർ കഴുകി എടുത്തിട്ടുണ്ട്. അത് നേരെ നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 5 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് തീ കത്തിച്ച് നമുക്കിത് കുക്കർ അടച്ച് വയ്ക്കാം. അപ്പോൾ ആദ്യത്തെ ഒരു വിസിൽ വന്ന് കഴിഞ്ഞാൽ തീ കുറച്ച് വെച്ചിട്ട് പിന്നെ തീ കുറവില്ല, ഒരു 3-4 വിസിൽ അത്രയും മതി കേട്ടോ. 3-4 ഓരോ പയർ പെട്ടെന്ന് വേവണതുണ്ട്. അത്രയും വിസിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്ത് ഇതിലത്തെ എയർ പോയി കഴിഞ്ഞാൽ നമുക്ക് തുറക്കാം. നമ്മൾ പയർ ഇട്ടിട്ട് എയറൊക്കെ പോയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ നോക്കിയാൽ നമ്മുടെ പയറൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഈ ചട്ടിയിലേക്ക് ഉണ്ടല്ലോ ഒരു 200 ഗ്രാമിൻ്റെ അടുത്തേക്ക് മത്തങ്ങയുണ്ട്. ഇതേപോലെ കഷ്ണങ്ങളാക്കിയിട്ടാണ് നമ്മൾ നുറുക്കിയിട്ടുള്ളത്. നമുക്ക് ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ നേന്ത്രക്കായാണ്. അതൊരു മീഡിയം വലുപ്പമുള്ള നേന്ത്രക്കായ. അപ്പോൾ അത് നോക്കിയാൽ കണ്ടോ, ഇങ്ങനെയായിട്ടോ നമ്മൾ നുറുക്കിയിട്ടുള്ളത്. അതിട്ട് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് കറിവേപ്പില, ഒരു 3/4 ടീസ്പൂണ് മുളക് പൊടി, 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി. പിന്നെ നമ്മളിവിടെ വേവിച്ച് വെച്ച നമ്മുടെ ഉണക്കപ്പയറുണ്ടല്ലോ അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് നമുക്കിത് വേവിച്ചെടുക്കാം. കഷ്ണങ്ങളൊക്കെ ഒന്ന് മുങ്ങി കിടക്കാവുന്ന രീതിയിൽ അത്രയും വെള്ളം നമ്മൾ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഉപ്പ് നമ്മൾ ആവശ്യത്തിന് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഒന്നുകൂടി ഇളക്കി കൊടുക്കും. നമുക്കുണ്ടല്ലോ മൂടി വെച്ച് ഇത് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ കഷ്ണങ്ങളൊക്കെ ഇരുന്ന് ഇവിടെ വേവട്ടെ. നമുക്കതിലേക്കുണ്ടല്ലോ ഒരു 3/4 മുറി നാളികേരം ചെരുകിയതെടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് പച്ചമുളക്, ഇത്രയും പച്ചമുളക് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് 1 ടീസ്പൂണ് ജീരകം, പിന്നെ ഇത്രയും ഉള്ളി. ഇത് എല്ലാം കൂടി നമുക്കൊന്ന് ചതച്ചെടുക്കാം കേട്ടോ. ഇതേപോലെയാണ് കേട്ടോ നമ്മൾ ചതച്ചെടുത്തിട്ടുള്ളത്. നമുക്കുണ്ടല്ലോ മൂടി ഒന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ നോക്കിയാൽ നമ്മളിതാ കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ. മത്തങ്ങയും കായും ഒക്കെ വെന്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ചതച്ചെടുത്ത് നമ്മുടെ നാളികേരം ഉണ്ടല്ലോ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം.
നാളികേരം ഇട്ടിട്ട് ഒന്ന് തിളച്ചോട്ടെ കേട്ടോ. വറുത്തരിശ്ശേരിയാണ് നമ്മൾ വെക്കുന്നത്. ഒന്ന് മൂടി വയ്ക്കാം. ഒന്ന് തള വന്നാൽ അപ്പം തന്നെ നമുക്ക് ഓഫ് ചെയ്യാം. നാളികേരമൊക്കെ ഇട്ടതാ തള വന്നിട്ടുണ്ട് കണ്ടോ. ഇതേപോലെ ചെറുതായിട്ടൊരു തള വരുള്ളൂ കേട്ടോ. നമുക്ക് ഈ സമയത്ത് ഇത് ഓഫ് ചെയ്യാം. നമുക്കിത് ഇറക്കി വെക്കാം. ഇനി നമുക്കിതിലേക്ക് താളിക്കണം. അപ്പോൾ അതിൽ ചീനിച്ചട്ടി ചൂടായി വന്നു. അതിലേക്ക് നമ്മളിതാ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. 3 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് നമ്മൾ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണയ്ക്ക് ഒഴിച്ചാൽ ചൂടായി വന്നു. അതിലേക്ക് നമ്മളിതാ 1.5 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 3 പച്ചമുളക് നമ്മളിതാ നടുമുറിച്ചിട്ട് കൊടുക്കുന്നത്. 2 കതിര് കറിവേപ്പില. ഇതിലേക്ക് നമ്മളുണ്ടല്ലോ 1.5 പിടി നാളികേരമാണ് കേട്ടോ ശരിക്കും ഇട്ട് കൊടുക്കുന്നത്. ഇതൊന്ന് നമുക്ക് വറുത്തെടുക്കണം. നമ്മൾ നാളികേരമൊക്കെ ഇട്ടിട്ട് നോക്കിയാൽ ഇതേപോലെ ഇതാ ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. നമ്മളിത് ഗ്യാസ് ഓഫ് ചെയ്തു. അപ്പോൾ നമ്മുടെ ഇതാ വറുത്തലിശ്ശേരി റെഡി ആയിട്ടാ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇതാ വറുത്തലിശ്ശേരി റെഡി ആയിട്ട് നമ്മൾ വറുത്ത നാളികേരമൊക്കെ ഉണ്ടല്ലോ ഇതിൻ്റെ എല്ലായിടത്തേക്കും ആവേണ്ട രീതിയിൽ ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കറി ഇതാ റെഡി ആയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ കറി തക്കാളി മീൻ കറിയാണ് വെക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി നോക്കി നമ്മൾ 2 തക്കാളി ഇതാ ഇതേപോലെ നീളത്തിലായിട്ടോ അരിഞ്ഞെടുത്തിട്ടുള്ളത്. അത് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. തന്നെ നമ്മളിതാ 2 സബോള ഇതാ ഈ ഒരു കനത്തിലായിട്ട് നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിട്ട് കൊടുക്കാം. പിന്നെ ചെറിയൊരു കയ്പക്കായുടെ കഷ്ണം ഇട്ടാൽ അതും കണ്ടത് ഇതേപോലെയാണ് അരിഞ്ഞു വെക്കുന്നത്. അതിട്ട് കൊടുക്കാം. അത്യാവശ്യം വലുപ്പമുള്ള ഒരു കഷ്ണം ഇഞ്ചി ഇതാ നീളത്തിൽ അരിഞ്ഞിട്ടുണ്ട്. ടീസ്പൂൺ കണക്ക് നോക്കുകയാണെങ്കിൽ 2 ടീസ്പൂൺ ഉണ്ടാവും കേട്ടോ. പിന്നെ ഇതാ 2 പച്ചമുളക് നടുകീറിയത്, 4 കുടപ്പുളിയുടെ ചീന്ത് കേട്ടോ. ഇനി ഇതിലേക്ക് ഇതാ മുളക് പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി ഇതാ 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂണ് മല്ലിപ്പൊടി, ഒരു 3/4 മുറി നാളികേരം ചെരുകിയിട്ട് അതിലത്തെ 2ാം പാലും 3ാം പാലും കൂടിയിട്ട് ഇതാ ഒരു 4 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കിത് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതേപോലെ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് മൂടി വെച്ച് അപ്പോൾ നമ്മുടെ കഷ്ണങ്ങളൊക്കെ കൂടി ഇത് വേവട്ടെ. നമുക്കുണ്ടല്ലോ ഇതാ മൂടി ഒന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നോക്കിയേ ഇതാ നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഇതാ വെന്തിട്ടുണ്ട് കണ്ട. 1/2 ഗ്ലാസ് നല്ല കട്ടിയുള്ള നാളികേരം പാലാണ് കേട്ടോ നമ്മൾ ഒഴിച്ച് കൊടുക്കണേ. ഇത്രയേ ഉള്ളൂ. നമ്മളിത് ഗ്യാസ് ഓഫ് ചെയ്തു കേട്ടോ. ഇനി നമുക്കൊന്ന് താളിക്കണം കേട്ടോ. 2 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് കേട്ടോ നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ചൂടായി അതിലേക്ക് നോക്കിയാൽ നമ്മൾ ഒരു 8 ചുവന്നുള്ളി ഇതാ വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിട്ടിടുക. ഉള്ളിയൊക്കെ ഇട്ടിട്ട് ഇതേപോലെ ഒരു കളറായി വന്നു. നമ്മളിത് ഗ്യാസ് ഓഫ് ചെയ്തു കേട്ടോ. നമുക്കിതിലേക്ക് ചട്ടിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. മീൻ കറി റെഡി ആയിട്ടാ. ഇനി അടുത്ത കറി കൂട്ടുകറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നോക്കി നമ്മൾ കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. ഈ കടലപ്പരിപ്പ് ഉണ്ടല്ലോ നമ്മളൊരു 3 മണിക്കൂർ നേരം വെള്ളത്തിലിട്ട് കുതിർത്തിയെടുത്തിട്ടുള്ളതാണ്. അത് നമുക്ക് നേരെ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 3 ഗ്ലാസിൻ്റെ അടുത്തേക്ക് തന്നെ നമുക്കിതാ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കടലപ്പരിപ്പ് പൊടിയിരുന്ന് വേവട്ടെ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വറവുകൾ റെഡിയാക്കാനുണ്ട്. നമ്മളിതാ ഒരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചീനിച്ചട്ടി ചൂടായി അതിലേക്ക് നമ്മളിതാ 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നെയ്യ് ഇതാ നല്ല മെൽറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് 1 ടീസ്പൂണ് ജീരകം ഇട്ട് കൊടുക്കാം. ജീരകം പൊട്ടി തുടങ്ങി അതിലേക്ക് 5 വറ്റമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വറ്റമുളകൊക്കെ ഇട്ട് ഒരു പകുതിയോളം വറവായി വരുമ്പോൾ നമ്മൾ അതിലേക്ക് 2 ടീസ്പൂണ് കുരുമുളകാണ്. ഇതെല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. കുരുമുളകൊക്കെ ഇട്ടത് ആ വറവ് റെഡിയായി വരുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് അതിലേക്ക് ഉണ്ടല്ലോ 4 കതിര് കറിവേപ്പിലയായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കണേ. വേപ്പില നമുക്കൊന്ന് വറുത്തെടുക്കണം. എന്താ വേപ്പിലൊക്കെ ഉണ്ട് നമ്മൾ ഇതേപോലെയായിട്ട് വറുത്തെടുത്തിട്ടുള്ളത്. നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഇതേപോലെ നമ്മൾ നോക്കിയാൽ വറുത്തെടുത്തിട്ടുള്ളത്. ഇത് ചൂടാറി കഴിയുമ്പോൾ നമുക്ക് പൊടിച്ചെടുക്കണം കേട്ടോ. നന്നായിട്ട് തന്നെ പൊടിച്ചെടുത്തോളൂ കേട്ടോ. നമുക്കുണ്ടല്ലോ അതേ ചീനിച്ചട്ടി തന്നെ അതേ അടുപ്പത്ത് വെച്ച് നമുക്കിത് തീ കത്തിച്ച് നമുക്കിതിലേക്കുണ്ടല്ലോ ഒരു 2 ടീസ്പൂണിൻ്റെ അടുത്തേക്ക് വെളിച്ചെണ്ണയും കൂടി നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചത് ചൂടായി വന്നതിലേക്ക് നമ്മളിതാ 1 ടീസ്പൂണ് ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ നമ്മളിതാ 1 ടീസ്പൂണ് ഉഴുന്നും പരിപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒപ്പം നമുക്കതിലേക്ക് ഒരു നാളികേരം ചെരുകിയതാണ് കേട്ടോ. അതും ഇട്ട് കൊടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം കേട്ടോ.
നമ്മുടെ നാളികേരം നോക്കിയേ, ഇതേപോലെയാണ് കേട്ടോ നമ്മൾ വറുത്തെടുക്കുന്നത്. ഈ നാളികേരം വറവ് ഇറക്കുന്നതിന് മുന്നായിട്ട് നമ്മളിത് അതിലേക്ക് 5 കതിര് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ കറിവേപ്പില ഇട്ട് അപ്പം തന്നെ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യാണ്. എന്നിട്ട് ഈ ചൂട്ടത്ത് മതി നമ്മുടെ ഈ കറിവേപ്പില ഒന്ന് ആയി കിട്ടാനായിട്ടിട്ടാണ്. കാരണം കറിവേപ്പിലയുടെ കളറൊന്നും മാറിപ്പോവരുത്. നമ്മുടെ നാളികേരത്തിൻ്റെ വറവ് റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഇതാണ് കേട്ടോ നമ്മുടെ നാളികേരത്തിൻ്റെ വറവ് പാകം. നമുക്കുണ്ടല്ലോ മൂടി തുറന്ന് നോക്കാം കേട്ടോ. അപ്പോൾ നോക്കിയാൽ നമ്മുടെ കടലപ്പരിപ്പ് വെന്തിട്ടുണ്ട്. നമുക്ക് കൈ കൊണ്ട് ഇങ്ങനെ അമർത്തുമ്പോൾ തന്നെ അറിയാം കേട്ടോ. കണ്ടിട്ടുണ്ടെങ്കിൽ കൂട്ടുകറിയിലേക്ക് കഷ്ണങ്ങൾ നുറുക്കുമ്പോൾ എല്ലാതും ഓരോ പൊടിയായിരിക്കണം. ഇപ്പോൾ ഇത് മത്തങ്ങയാണ് നമ്മൾ നുറുക്കി നോക്കണം. എന്നിട്ട് കഷ്ണങ്ങൾ ഇതേപോലെ ചതുരം കഷ്ണങ്ങളാക്കിയിട്ടാ. അപ്പോൾ മത്തങ്ങ ഇട്ടു. കുമ്പളങ്ങ ആയാലും അതേപോലെ തന്നെ ചതുരം കഷ്ണങ്ങളാണ്. കുമ്പളങ്ങ ഇട്ടു. പിന്നെ ചേന ആയാലും ഇങ്ങനെ ചതുരം കഷ്ണം ചേന ഇട്ടു. പിന്നെ ക്യാരറ്റ് ഇട്ടു. പിന്നെ നമ്മൾ ഇടുന്നത് കായ. ഇത്രയും കഷ്ണങ്ങളാണ് നമ്മൾ കൂട്ടുകറിക്ക് ഉപയോഗിക്കുന്നത് കേട്ടോ. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണ് മുളക് പൊടി, കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കാം. ഇത് വേവാനായിട്ടുള്ളത് കേട്ടോ. ഒരു 4 ഗ്ലാസിൻ്റെ അടുത്തേക്ക് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് നമുക്കിത് മൂടി വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ കഷ്ണങ്ങളൊക്കെ കൂടി ഇരുന്ന് വേവട്ടെ. നമുക്കുണ്ടല്ലോ മൂടി ഒന്ന് തുറന്ന് നോക്കാം. കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട് ഈ സമയത്ത് ഇനി നമുക്ക് ഇതിലേക്കുണ്ടല്ലോ നമ്മൾ പൊടിച്ചതുണ്ടല്ലോ അതാണ് നമ്മൾ ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നത്. ഇതിലേക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ ഒരു വറവാണ് കേട്ടോ നമ്മുടെ കൂട്ടുകറിയുടെ ടേസ്റ്റ് കൊടുക്കുന്നത്. നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കുണ്ടല്ലോ വറുത്ത് വെച്ച് നമ്മുടെ നാളികേരം അതും കൂടി ഇട്ട് കൊടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കതിലേക്കുണ്ടല്ലോ ഒരു അച്ചുബെല്ല്. കാരണം കൂട്ടുകറി എന്ന് പറഞ്ഞാൽ നല്ല മധുരമാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് അതിലേക്ക് ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഴുക്കൊന്നുമില്ലാത്ത ബെല്ലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിതാ പൊടിച്ച് കൊടുക്കാം. നമുക്കിതാ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കാരണം കൂട്ടുകറി എന്ന് പറഞ്ഞാൽ മധുരം ഉണ്ടാവണം. ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഒന്ന് മൂടി വയ്ക്കാം. ആ ബെല്ലൊക്കെ ഒന്ന് ചെറിയ തീയിലാണ് വെച്ച് നോക്കണേ, ഒന്ന് ഉരുകണ വരെ കേട്ടോ. നമുക്കുണ്ടല്ലോ തുറന്ന് നോക്കാം. അപ്പോൾ നമുക്കറിയാം നമ്മൾ പൊടിച്ചിട്ടാണ് ബെല്ല് ഇട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ബെല്ല് ഉരുക്കൂട്ടാ. അപ്പോൾ നമ്മുടെ കൂട്ടുകറി റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ഇനി നമ്മൾ വയ്ക്കുന്ന അടുത്ത പൈനാപ്പിൾ കറിയാണ് വെക്കുന്നത്. അപ്പോൾ നോക്കി നമ്മൾ പൈനാപ്പിൾ ഇതേപോലെ ചെറുതാക്കിയിട്ട് വേണ്ട കനം കുറച്ച് ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. നന്നായിട്ട് കനം കുറവിൽ തന്നെ അരിഞ്ഞെടുക്കണം കേട്ടോ. അത് നമുക്ക് കുക്കറിലിട്ട് വേവിക്കാം. കാരണം പൈനാപ്പിളിന് നല്ല വേവാണ്. ഇപ്പോൾ ഈ ഒരു പൈനാപ്പിൾ എന്ന് പറയുന്നത് ഒരു സാധാരണ ഒരു മീഡിയം വലിപ്പമുള്ള ഒരു പൈനാപ്പിളിൻ്റെ ഒരു പകുതിയോളാണ് നമ്മൾ എടുത്തിട്ടുള്ളത് കേട്ടോ. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആയിട്ട് നമ്മൾ ഇട്ട് കൊടുക്കണേ. വേവാനുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് കുക്കറിലായ കാരണം നമുക്കിത് ഒരു 1/2 ഗ്ലാസിൻ്റെ അടുത്തേക്ക് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. ഒരു 5 വിസിൽ വന്നോട്ടെ കേട്ടോ പൈനാപ്പിളിന്. കാരണം പൈനാപ്പിളിന് അത്രയും വേവുണ്ട്. അതുകൊണ്ടാണ് മൂടി വയ്ക്കാം. 5 വിസിൽ വരട്ടെ കേട്ടോ. 5 വിസിലൊക്കെ വന്ന് ഡയറ് പോയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം കേട്ടോ. പൈനാപ്പിൾ ഉണ്ട്. ഇത്രയും വിസിലടിച്ചിട്ട് പോലും പൈനാപ്പിൾ എത്ര വിസിലടിച്ചാലും പൈനാപ്പിൾ അങ്ങനെ വെന്തങ്ങോട്ട് ഉടകില്ല കേട്ടോ. പൈനാപ്പിളിനെ നമുക്കിതാ ഒരു ചട്ടിയിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്കുണ്ടല്ലോ 2 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ. പൈനാപ്പിളിന് മധുരം ഉണ്ടാവും. പക്ഷെ അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് നമുക്കിതാ തീ കത്തിക്കാം. നമ്മളുണ്ടല്ലോ ഈ പഞ്ചസാര ലായനിയിൽ കിടന്ന് നമ്മൾ പൈനാപ്പിൾ ഒന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് തുറന്ന് തന്നെ വയ്ക്കാം കേട്ടോ. നമ്മുടെ ഈ പൈനാപ്പിൾ കറിയിലേക്ക് ഒരു കപ്പ് നാളികേരം നമ്മൾ ചെരുക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് വേണ്ടത് 1 ടീസ്പൂണ് ജീരകം, ഒരു 5 പച്ചമുളകും കൂടിയിട്ട് നമുക്ക് നല്ല പേസ്റ്റ് പോലെ നമുക്കിതൊന്ന് അടിച്ചെടുക്കാം കേട്ടോ. പൈനാപ്പിൾ നോക്കിയാൽ പഞ്ചസാര ലായനിയിൽ കിടന്നിട്ട് നോക്കി ഇതേപോലെ നമ്മളിതാ വറ്റിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ അടിച്ച് കൊണ്ടുണ്ടല്ലോ ഒഴിച്ചു കൊടുക്കാം. നല്ല കട്ടിയിൽ തന്നെ നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ടാട്ടോ നമ്മൾ അടിച്ചെടുത്തിട്ടുള്ളത്. ഇനി ഈ പാത്രം കഴുകിയിട്ടുള്ള വെള്ളം കൂടി നമുക്കിതിൽ ഒഴിച്ചു കൊടുക്കാം.
അത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഒന്ന് തീ കൂട്ടി വെച്ച് ഒന്ന് തിളക്കട്ടെ കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഉണ്ടല്ലോ ഒരു നുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഉപ്പ് കൂടണ്ട, ആ ഒരു മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് നമ്മൾ ഉപ്പിടുന്നത്. കുറച്ച് ഉപ്പ് നമ്മളിതാ നാളികേരമൊക്കെ ഒഴിച്ചിട്ട് നോക്കിയത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇതേപോലെ നല്ല ഒരു വിധി ഇതേപോലെ കട്ടിയിലൊക്കെ ഇരിക്കും കേട്ടോ പൈനാപ്പിൾ കറി. ഇനി നമുക്കിതിൽ ലാസ്റ്റായിട്ട് നമ്മൾ ചെയ്യണ കാര്യം എന്ന് പറയുന്നത്, വെറുതെ ഇങ്ങനെ പിടിച്ചാൽ എത്ര കിട്ടും അത്രയും കടുക് ചതച്ചതാണ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മളിതാ ഗ്യാസ് ഓഫ് ചെയ്തു കേട്ടോ. പൈനാപ്പിൾ കറി ഇതാ റെഡിയായി. അടുത്ത കറി രസമാണ് കേട്ടോ വയ്ക്കുന്നത്. അപ്പോൾ രസം വയ്ക്കാൻ വേണ്ടിയിട്ട് നോക്കി നമ്മൾ 3 കതിര് കറിവേപ്പില, 1 ടീസ്പൂണ് ജീരകം, ഇതേപോലെ ഒരു കഷ്ണം ഇഞ്ചി, പിന്നെ ഇതാ ഇത്രയും വെളുത്തുള്ളി, 2 ടീസ്പൂണ് കുരുമുളക്, പിന്നെ ഇത് ഇത്രയും പച്ചമുളകായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇതെല്ലാം കൂടി നന്നായിട്ട് നമുക്കൊന്ന് ചതച്ചെടുക്കാം. ഇതേപോലെ നമ്മളിതാ ചതച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇതാ ഒരു ചെറുനാരങ്ങയുടെ അത്രയും വലുപ്പത്തിൽ നമ്മൾ നമ്മുടെ കോലുപുളി എടുത്തിട്ട് അതിതാ വെള്ളത്തിലിട്ട് കുതിർത്തി നന്നായിട്ട് ഇതാ ഒരു 4 ഗ്ലാസ് വെള്ളത്തിൽ നമ്മൾ പിഴിഞ്ഞെടുത്തിട്ടുള്ളതാണ്. പുളി വെള്ളത്തിലേക്ക് നമ്മൾ ചതച്ച് വെച്ച മസാല കൂട്ടി ഇട്ട് കൊടുക്കാം. നമ്മളിത് അതിലേക്ക് ഇതാ 1 ടീസ്പൂണ് മുളക് പൊടി, 1 ടീസ്പൂണ് ഇതാ നന്നായിട്ട് 1 ടീസ്പൂണ് മല്ലിപ്പൊടി, 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണിൻ്റെ അടുത്തേക്ക് നമ്മളിതാ കായപ്പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം ഒന്നിങ്ങനെ കലക്കിയെടുക്കാം. ഇനി നമുക്കിതിലേക്കുണ്ടല്ലോ ഒന്ന് കടുകൊക്കെ താളിക്കണം. അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ. ഇതാ ചട്ടി അടപ്പത്ത് വെച്ചിട്ടുണ്ട്. നമ്മളിതാ കലമൊക്കെ വെച്ച് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു 3 ടീസ്പൂൺ വെളിച്ചെണ്ണയായിട്ട് നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നത്. ഈ വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടാവട്ടെ. വെളിച്ചെണ്ണയ്ക്ക് ഒഴിച്ചത് നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ 1.5 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കണം. കടുകൊക്കെ ഇതാ പൊട്ടി തുടങ്ങി. അതിലേക്ക് നമ്മളിതാ ഒരു 1/2 ടീസ്പൂൺ ഉലുവ, കൂടെ തന്നെ ഇതാ 2 വറ്റമുളക്, 6 ചുവന്നുള്ളി ഇതാ ഇതേപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ചുവന്നുള്ളിക്ക് ഇട്ട് ഒന്ന് വാടി വന്നു. അപ്പോൾ അതിലേക്ക് നമ്മളിതാ ഒരു തക്കാളിയാണ് കേട്ടോ, അത് ഇതേപോലെ കഷ്ണങ്ങളാക്കി നുറുക്കിയിട്ടുണ്ട്. അതും കൂടി ഇട്ട് കൊടുക്കാം. തക്കാളിയൊക്കെ ഇട്ടിതാ ഇതേപോലെ വഴറ്റി വന്നിട്ടുണ്ട്. നമ്മൾ റെഡിയാക്കി വെച്ച പുളിവെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ 4 ഗ്ലാസ് പുളിവെള്ളത്തിലാണ് നമ്മൾ ഈ മസാലയൊക്കെ ഇട്ടിട്ട് ആക്കിയിട്ടുണ്ടായിരുന്നത്. ഇനി ഇതിലേക്ക് ഒരു 10 ഗ്ലാസും കൂടി നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് ആവശ്യത്തിനനുസരിച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഞാൻ 2 ടീസ്പൂണിൻ്റെ അടുത്തേക്ക് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി ഇനി ഇത് നന്നായിട്ടൊന്ന് തിളക്കട്ടെ കേട്ടോ. അപ്പോൾ നമ്മൾ മൂടി വയ്ക്കണമൊന്നുമില്ല കേട്ടോ, കാരണം മൂടി വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തിളച്ച് പൊന്തിപ്പോവും. അപ്പോൾ മൂടി വയ്ക്കാതെ തുറന്ന് വെച്ചിട്ടാണ് നമ്മൾ തിളപ്പിച്ചിരിക്കുന്നത് കേട്ടോ. നമ്മളുണ്ടല്ലോ ഇതാ ഒരു 6 മിനിറ്റ് നന്നായിട്ട് ഇതാ തിളപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ രസം. കണ്ടോ, ഇത്രേ ഉള്ളൂ. നമ്മളത് ഗ്യാസ് ഓഫ് ചെയ്തു. നമ്മുടെ രസം ഇതാ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ അടുത്ത കറി ഓലനാട്ട വയ്ക്കുന്നത്. അപ്പോൾ അതാ കുമ്പളങ്ങ നോക്കിയാൽ നമ്മൾ കനം കുറവിൽ ഇതാ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ കഷ്ണങ്ങളാക്കിയിട്ടാണ് നമ്മൾ അരിഞ്ഞെടുത്തിട്ടുള്ളത്. അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ അരമുറി നാളികേരത്തിൻ്റെ 2ാം പാലാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇതാ 2 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞത് കേട്ടോ. നമുക്കിതാ കറിവേപ്പില, ഇതിലാവശ്യത്തിന് ഇതാ കുറച്ച് ഉപ്പ്, ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് വേവിച്ചെടുക്കാം. നമ്മൾ അടുപ്പത്ത് കയറ്റിയിട്ടുണ്ട്. മൂടി വയ്ക്കാം കേട്ടോ. നമുക്കുണ്ടല്ലോ മൂടി ഒന്ന് തുറന്ന് നോക്കാം. ഇതാ കുമ്പളങ്ങ നോക്കിയേ, ഇതേപോലെ നന്നായി വെന്തിട്ടുണ്ട്. നല്ല കട്ടിയുള്ള നാളികേരം പാലിത 1/2 ഗ്ലാസ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തീ കത്തിക്കില്ല. ഞാൻ എന്താ ഗ്യാസ് ഓഫ് ചെയ്തു. ഇനി നമ്മൾ ഇതിലേക്കുണ്ടല്ലോ ഇതാ 1 ടീസ്പൂണ് പച്ച വെളിച്ചെണ്ണ. നമ്മുടെ ഓല എന്താ റെഡി ആയിട്ടുണ്ട്. അടുത്ത നമ്മുടെ കറി കിച്ചടിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കിച്ചടി ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ എടുത്തിട്ടുള്ളത് നോക്കിയാൽ വെള്ളരിക്കയാണ്. വെള്ളരിക്ക ഇതേപോലെ ചെറിയതാക്കിയിട്ട് നമ്മൾ നുറുക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കുണ്ടല്ലോ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്തേക്ക് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് നേരം ഇങ്ങനെ തന്നെ വെക്കാം. നമ്മുടെ കിച്ചടിയിലേക്ക് പിന്നെ വേണ്ടതെന്ന് പറയുന്നത് നാളികേരമാണ്. 1 മുറി നാളികേരം നമ്മൾ ചെരുക്കിയെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇതാ 6 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഇതാ 1/2 ഗ്ലാസ് അധികം പുളിയില്ലാത്ത തൈര്. ഇതെല്ലാം കൂടി നമുക്ക് ഒരുമിച്ച് നല്ല വെണ്ണ പോലെ തന്നെ അടിച്ചെടുക്കാം കേട്ടോ. ഇതാ 10 മിനിറ്റ് നേരം നമ്മൾ വെച്ചപ്പോൾ നോക്കിയേ, കണ്ടു വെള്ളരിക്കൽ ഇതേപോലെ കണ്ട വെള്ളം വരുന്നത്. അപ്പോൾ നമുക്കിതുണ്ടല്ലോ നന്നായിട്ട് വെള്ളമൊന്നുമില്ലാതെ നന്നായി കൈ കൊണ്ട് ഇങ്ങനെ അമർത്തി ഇങ്ങനെ
പിഴിഞ്ഞ് തീരെ വെള്ളമില്ലാതെ എടുക്കണം കേട്ടോ. നമുക്കിത് ഒരു പാത്രത്തിലേക്ക് ഇതാ മാറ്റി കൊടുക്കുന്നുണ്ട്. വെള്ളമൊക്കെ മാറ്റിയെടുത്ത് നമ്മുടെ വെള്ളരിക്കയിലേക്ക് നമ്മൾ അടിച്ചു കൊണ്ടുവന്നത് ഒഴിച്ചു കൊടുക്കാം. തൈരും നാളികേരം എല്ലാം കൂടി ഒരുമിച്ചാണ് നമ്മൾ അടിച്ചെടുത്തിട്ടുള്ളത്. ഒപ്പം തന്നെ നമുക്ക് ഇതിലേക്കുണ്ടല്ലോ പൊടിയായിട്ട് അരിഞ്ഞ മല്ലിയില കണ്ടോ, അത് ഇത്രയും മല്ലിയില ആട്ടോ നമ്മൾ എടുത്തിട്ടുള്ളൂ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഉപ്പ് ഈ സമയത്ത് നോക്കിയിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ വെള്ളരിക്ക കിച്ചടി ഇതാ റെഡി ആയിട്ടാ. ഇനി നമ്മുടെ അടുത്ത കറി സാമ്പാറാണ് വെക്കണേ. അപ്പോൾ ഇതാ ഒരു ഗ്ലാസ് പരിപ്പ് നന്നായി കഴുകി നമ്മളിതാ കുക്കറിൽ ഇട്ട് കൊടുക്കാണ് കേട്ടോ. പരിപ്പിലേക്ക് നോക്കിയാൽ ഒരു കഷ്ണം കായട്ടാ ഇട്ട് കൊടുക്കാം. ഇനി പരിപ്പ് വേവാനായിട്ട് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. തീ കത്തിക്കാം. അപ്പോൾ നമ്മുടെ പരിപ്പൊടി ഇരുന്ന് വേവട്ടെ. ഇനി നമുക്ക് സാമ്പാറിലേക്കുള്ള കഷ്ണങ്ങളൊക്കെ ഒന്ന് വേവിച്ചെടുക്കാം. കലം ചൂടായി വന്നു. അതിലേക്ക് നമുക്കിതാ ഒരു 3 ടീസ്പൂണ് വെളിച്ചെണ്ണ നമ്മൾ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വന്നു. അതിലേക്ക് നമ്മളിതാ 1 ടീസ്പൂണ് ഉലുവിട്ട് കൊടുക്കണു. ഉലുവ പൊട്ടി തുടങ്ങിയിട്ടാ. ഈ സമയത്ത് നമ്മളതിലേക്ക് കുറച്ച് ചുവന്നുള്ളി കണ്ട അതിട്ട് കൊടുക്കാം. 2 പച്ചമുളക് നടുക്കീറിയിട്ട് ഇട്ട് കൊടുക്കാം. ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ നമുക്കിതെല്ലാം. അതേപോലെ വഴറ്റി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കുണ്ടല്ലോ ഒരു ചെറിയൊരു ചെറുനാരങ്ങയുടെ അത്ര കോലിപ്പുളി 1.5 ഗ്ലാസ് വെള്ളത്തിൽ നമ്മൾ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 2 ടീസ്പൂണ് മുളക് പൊടി ആയിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. 2 ടീസ്പൂണ് മല്ലിപ്പൊടി, 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി. ഇതെല്ലാം നമുക്കൊന്ന് ഇറക്കി കൊടുക്കാം. ഇനി നമുക്കുണ്ടല്ലോ ഇതിലേക്ക് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമുക്കിതാ ഒരു 8 ഗ്ലാസിൻ്റെ അടുത്തേക്ക് നമുക്കിത് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ. തിളച്ചതിന് ശേഷം നമുക്ക് കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം. നമ്മളുണ്ടല്ലോ നോക്കിയാൽ സാമ്പാറിലേക്ക് എടുത്ത കഷ്ണങ്ങൾ മുരിങ്ങക്കായ, മത്തങ്ങ, കുമ്പളങ്ങ, ക്യാരറ്റ്, വെണ്ടക്കായ കേട്ടോ. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള എന്ത് കഷ്ണങ്ങളും വേണമെങ്കിൽ ഇടാം. നമ്മളിപ്പോൾ ഇത്ര എടുത്തിട്ടുള്ളൂ. അതിൽ വെണ്ടക്കായ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ചീനിച്ചട്ടി ചൂടായി വന്നു. അതിലേക്ക് നമ്മളിതാ ഒരു 1/2 ടീസ്പൂണ് വെളിച്ചെണ്ണ നമ്മൾ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്കുണ്ടല്ലോ വെണ്ടക്കായ ഇട്ട് കൊടുക്കാം. വെണ്ടക്കായ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഒപ്പം നമ്മുടെ സാമ്പാറിലേക്കുള്ള പുളിവെള്ളത്തിൽ തിളച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്കിതാ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം കേട്ടോ. മുരിങ്ങക്കായ, മത്തങ്ങ, ക്യാരറ്റ്, കുമ്പളങ്ങ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. മൂടി വെച്ച് വേവിച്ചെടുക്കാം. നമ്മുടെ വെണ്ടക്കായ ഒന്ന് വാടി വന്നിട്ടുണ്ട്. പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. കഷ്ണങ്ങളൊക്കെ ഇട്ടിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ നോക്കി ഒരു ചെറിയൊരു കഷ്ണം കായും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുത്ത് നമുക്ക് കഷ്ണങ്ങളൊക്കെ വേവണ വരെ ഒന്ന് തീ കുറവിൽ മൂടി വയ്ക്കാം. നമുക്കുണ്ടല്ലോ മൂടിയൊക്കെ ഒന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നോക്കിയേ കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമ്മൾ വെണ്ടക്കായ വഴറ്റിയതുണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ അതിലേക്ക് ഉണ്ടല്ലോ ഇതേപോലത്തെ ഒരു ചെറിയൊരു കഷ്ണം വെല്ലം ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് തിളക്കട്ടെ കേട്ടോ. നന്നായിട്ട് പരിപ്പിനെ ഉടച്ചതിന് ശേഷം നമുക്കിതാ മൂടി തുറന്ന് നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കൊക്കെ കൊടുത്ത് നമുക്കുണ്ടല്ലോ സാമ്പാർ പൊടി കേട്ടോ. ഒരു 1.5 ടീസ്പൂൺ സാമ്പാർ പൊടിയാണ്. അതും കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടി ഇളക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടാ. സാമ്പാർ നോക്കിയേ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടാ. ഇനി ഇതൊന്ന് താളിച്ചാൽ മതി നമുക്ക്. വെളിച്ചെണ്ണ ചൂടായി വന്നു. നമുക്ക് അതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കും. 3 വറ്റമുളക് കേട്ടോ നടുമുറിച്ച് ഇട്ട് കൊടുക്കുന്നത്. 2 കതിര് കറിവേപ്പില ഉള്ളതാ. ഗ്യാസ് ഓഫ് ചെയ്ത് നമുക്കിത് സാമ്പാറിലേക്ക് ഒഴിച്ച് കൊടുക്കാം. നമ്മുടെ സാമ്പാർ റെഡിയായി. ഇനി നമുക്കിതിലേക്ക് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത്രയും മല്ലിയില ഇട്ട് കൊടുത്താൽ മതി. മല്ലിയില ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മൂടി വയ്ക്കാം കേട്ടോ. എങ്കിലാണ് നമ്മൾ കഴിക്കാതിരിക്കുന്ന സമയത്ത് ആ മൂടി തുറക്കുമ്പോൾ നല്ലൊരു മണക്ക് വരുള്ളൂ. ഇനി നമുക്കുണ്ടല്ലോ മോര് റെഡിയാക്കാം. അപ്പോൾ അതേപോലെ അളവിലായിരിക്കണം കേട്ടോ മോര് റെഡിയാക്കുമ്പോൾ കണ്ട നല്ല അളവിൽ നമുക്കിതാ ഒരു കഷ്ണം ഇഞ്ചി, 3 പച്ചമുളക്, 2 കതിര് വേപ്പിലും കൂടി നന്നായിട്ടൊന്ന് ചതച്ചെടുത്ത് കൊണ്ടുവരാം. നമ്മൾ ചതച്ച് കൊണ്ടുവന്നത്
ഇതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. ആവശ്യത്തിന് നമ്മളിതാ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ഇളക്കിയെടുത്ത് കഴിഞ്ഞാൽ നമ്മളിതാ അപ്പോൾ ഇതാ മോര് റെഡി. ഇനി നമുക്കുണ്ടല്ലോ കൊണ്ടാട്ടം വറക്കണം, അതേപോലെ തന്നെ പപ്പടം വറുത്തെടുക്കണം. അപ്പോൾ നമ്മളിതാ തീ കത്തിച്ച് ചീനച്ചട്ടി അടുപ്പത്ത് കയറ്റിയിട്ടുണ്ട്. ചീനച്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണയ്ക്ക് ഒഴിച്ച് വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നു. അതിലേക്ക് നോക്കി നമ്മളിതാ കൊണ്ടോട്ടമുളക് ഇട്ട് കൊടുക്കുകയാണ്. കൊണ്ടോട്ടമുളക് ഇതാ വറുത്ത് കോരി എടുത്തു. അതേ വെളിച്ചെണ്ണയിൽ തന്നെ നമ്മളിതാ കയ്പ്പക്കായ കൊണ്ടാട്ടം, കയ്പ്പക്കായ റെഡി ആയിട്ടുണ്ട്. അതൊന്നും ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഈ വെളിച്ചെണ്ണയിൽ ഇതാ കുറച്ചും കൂടി വെളിച്ചെണ്ണ നമ്മൾ ഒഴിച്ച് കൊടുക്കേണ്ടതുണ്ട്. ഇതേ വെളിച്ചെണ്ണയിൽ തന്നെയാണ് കേട്ടോ നമ്മൾ പപ്പടം വറുത്തെടുക്കുന്നത്. വെളിച്ചെണ്ണയ്ക്കും ചൂടായി വന്നപ്പോൾ നമ്മളിതാ പപ്പടം കൂടി ഇതാ വറുത്തെടുക്കണം കേട്ടോ. പപ്പടം വറക്കലും കഴിഞ്ഞു. അടുത്തത് തയ്യാറാക്കണത് നമ്മൾ ഗോതമ്പ് പായസമാണ് വെക്കണേ. അപ്പോൾ ഇതാ നമ്മൾ നുറുക്ക് ഗോതമ്പാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ 3 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തി നന്നായി കഴുകി വാരി എടുത്തിട്ടുള്ളതാണ്. ഇത് നമുക്ക് നേരെ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ശേഷം നമുക്ക് ഗോതമ്പ് വേവാനായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഗോതമ്പിന് 1 ഇഞ്ച് മുകളിലായിട്ട് വെള്ളം നിൽക്കുന്ന രീതിയിലാണ് കേട്ടോ നമ്മൾ ഒഴിച്ചു കൊടുക്കണേ. തീ കത്തിച്ച് നമുക്ക് ഗോതമ്പ് വേവിച്ചെടുക്കാം. അപ്പം നമുക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 വിസിൽ വന്നാൽ മതി. എന്നിട്ട് അതിൽ ടയർ പോയി കഴിഞ്ഞാൽ നമുക്ക് തുറക്കാം. കൂടുതൽ വെന്ത് പൂവരുത്, എന്നാൽ നന്നായി വേവും വേണം. ആ രീതിയിലാണ് കേട്ടോ നമ്മൾ വേവിച്ചെടുക്കണേ. നമുക്കുണ്ടല്ലോ പായസത്തിലേക്കുള്ള ബെല്ലം ഉരുക്കി വയ്ക്കാം. അപ്പം ഞാൻ 2 ഗ്ലാസ് ഗോതമ്പിനാണ് പായസം വയ്ക്കുന്നത്. അപ്പം നമ്മളിതാ 1/4 കിലോ ബെല്ലാണ് നമ്മൾ ഉരുക്കിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാ ബെല്ലത്തിന് മുകളിലായിട്ട് നിൽക്കുന്ന രീതിയിൽ തന്നെ നമുക്ക് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. നമുക്ക് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കാം. ഒപ്പം തന്നെ നമുക്ക് ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിക്കും വേണം. അപ്പോൾ അതും കൂടി നമുക്ക് വറുത്ത് വയ്ക്കാം. ചീനിച്ചട്ടി ചൂടായി വന്നപ്പോൾ നമ്മൾ അതിലേക്ക് ഇതാ 1 ടീസ്പൂണ് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നെയ്യ്ക്കിതാ ഇതേപോലെ ഉരുകി വന്നു. അപ്പോൾ അതിലേക്ക് നമുക്കിതാ അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അണ്ടിപ്പരിപ്പൊക്കെ ഇട്ടിട്ട് ഇതാ ഇതേപോലെ ചെറുതായിട്ടൊരു ഗോൾഡൻ കളർ വരുന്നോട് കൂടി നമുക്കിതാ ഉണക്കമുന്തിരി കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. കണ്ടോ, ഉണക്കമുന്തിരിക്ക് ഇതാ ഇതേപോലെ വീർത്ത് വന്നിട്ടുണ്ട്. ഞാനിതാ ഗ്യാസ് ഓഫ് ചെയ്തു ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. ഇതാ വെള്ളം നോക്കിയേ നന്നായി നമ്മളിതാ ഉരുക്കിയെടുത്തിട്ടുണ്ട്. കണ്ടോ, ഗ്യാസ് ഓഫ് ചെയ്തു കേട്ടോ. ഇനി നമ്മളിവിടെ ഗോതമ്പ് വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഇതാ ഗോതമ്പ് നോക്കിയേ കൃത്യ അളവിൽ എല്ലാം വെന്ത് വന്നിട്ടുണ്ട്. കണ്ടോ, തീ കത്തിച്ച് നമ്മളിതാ ഉരുളി അടുപ്പത്ത് കയറ്റിയിട്ടുണ്ട്. ഉരുളൊന്ന് ചൂടാവട്ടെ. നമ്മളുണ്ടല്ലോ ഇതാ ഗോതമ്പിന് ഇതാ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്നിങ്ങനെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് നമുക്ക് ഈ പാത്രത്തിൽ നിന്ന് മറ്റൊരു പാത്രത്തിലേക്ക് പകർത്തുമ്പോൾ ഒന്ന് സുഖത്തിൽ വിടാൻ വേണ്ടിയിട്ടാണ് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ അരച്ചെടുത്തിട്ടുള്ളത് കേട്ടോ. ഉരുളി ഇതാ ചൂടായി വന്നു. അതിലേക്ക് നോക്കി നമ്മളിതാ 2 ടീസ്പൂണ് നെയ്യ് ഒഴിച്ച് കൊടുക്കണം. നെയ്യ് ഉരുകി വന്നു. അതിലേക്ക് നമ്മളുണ്ടല്ലോ വേവിച്ച് വെച്ച് നമ്മൾ ഗോതമ്പ് ഇട്ട് കൊടുക്കാം. ഇളക്കി നന്നായി ആ നെയ്യൊക്കെ എല്ലാവർക്കും ആവേണ്ട രീതിയിലൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മളിതാ ഗോതമ്പൊക്കെ ഇട്ടിട്ട് ഇതേപോലെ തിളച്ച് വന്നു തുടങ്ങി. ഈ സമയത്ത് നമുക്ക് അതിലേക്ക് ഉണ്ടല്ലോ ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമ്മളിതാ അരിച്ചിട്ടാട്ടോ ഒഴിക്കണത്. ഇനി ഈ ശർക്കര പാനിയിൽ കിടന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടി തിളച്ച് വരട്ടെ. നമ്മളുണ്ടല്ലോ 6 നാളികേരമാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അതിൽ 3-ാം പാലും 2-ാം പാലും കൂടി 2 ലിറ്ററാണ് നമ്മൾ ആക്കിയത്. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് ഇതാ കുറേശ്ശെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഒന്നും കൂടി നന്നായി ഇളക്കി ഒന്നും കൂടി കുറുകി വരുമ്പോൾ വീണ്ടും പാലൊഴിച്ച് അങ്ങനെയാട്ടോ നമ്മൾ പായസമാക്കി എടുക്കേണ്ടത്. നമ്മൾ പാലൊഴിച്ചിട്ട് ഇതേപോലെ ഒന്ന് കുറുകി വന്ന് തുടങ്ങി. കണ്ട ഈ ഒരു സമയത്ത് കുറച്ചും കൂടി പാലൊഴിച്ച് കൊടുക്കാം. വീണ്ടും നമുക്ക് അതേപോലെ തന്നെ ഒന്ന് കട്ടിയാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ 2-ാം പാലും 3-ാം പാലും കൂടിയതിൻ്റെ ലാസ്റ്റത്തെ പാലും കൂടി നമ്മൾ ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഒന്നും കൂടി കട്ടിയായിട്ട് വരണേ. നന്നായി ഒന്ന് തിളച്ചതാ കുറുകി വരുന്ന ആ ഒരു ചെറിയൊരു സമയം, ആ സമയത്ത് നമുക്ക് അതിലേക്ക് ഉണ്ടല്ലോ ഒരു നുള്ള ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതായത് മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഒരു നുള്ള ഇട്ടാൽ, കൂടുതലൊന്നുമില്ല. ഇതാ
ഇനി നമ്മൾ അതിലേക്ക് ഇതാ ചുക്കുപൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. കണ്ട, ഒരു 1/4 ടീസ്പൂണിൻ്റെ അടുത്തേക്കാണ് കേട്ടോ നമ്മൾ ചുക്കുപൊടി ഇട്ട് കൊടുക്കുന്നത്. ചുക്കുപൊടി ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ, ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. അതേപോലെ തന്നെ ജീരകത്തിൻ്റെ പൊടി ഇടണമെങ്കിൽ ഇടാം കേട്ടോ. നമ്മൾ ഇതിൽ ജീരകപ്പൊടി ഞാൻ ഉപയോഗിക്കണില്ല. പിന്നെ നമ്മളിതിലേക്ക് ഇടുന്നത് ഏലക്കായ പൊടിയാണ്. ഏലക്കായ പൊടി ഇതാ 1.5 ടീസ്പൂണാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. നന്നായിട്ടൊന്ന് പൊടികളൊക്കെ ഒന്ന് ഇതിൽ കലരേണ്ട രീതിയിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഉണ്ടല്ലോ ഇതാ ഒരു കദളിപ്പഴം നമ്മളിത് അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഈ കദളിപ്പഴത്തിലേക്ക് നമുക്ക് കുറച്ച് ഇതിൽ നിന്ന് ഒഴിക്കാം. അതായത് കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഇതിൽ നിന്ന് കുറച്ച് പായസത്തിൻ്റെ പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ട് ഇതിൽ മിക്സ് ചെയ്യുക. അങ്ങനെ അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. പിന്നെ നമ്മളതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത് ഇതാ 2 ടീസ്പൂൺ നെയ്യ് മുന്നേ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. ഇതാ 1 ടീസ്പൂൺ നെയ്യും കൂടി നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഈ കദളിപ്പഴമൊക്കെ അടിച്ചൊഴിക്കുമ്പോഴേ നല്ല ടേസ്റ്റാട്ടോ. പായസത്തിന് ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും. ചെയ്യാത്തവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കി നോക്കിയോളൂ കേട്ടോ, നല്ല രസമാണത്. ഇവിടെ ഷായേട്ടൻ്റെ അച്ഛൻ പായസം വയ്ക്കുമ്പോൾ ചെയ്യണൊരു കാര്യമാണത്. നല്ല ടേസ്റ്റ് ഉണ്ടാവാറുണ്ട്. നമ്മളുണ്ടല്ലോ ഇതാ 2-ാം പാലും 3-ാം പാലും ഒക്കെ ഒഴിച്ച് ഇതേപോലെ നന്നായി കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിതാ 1-ാം പാൽ ഇതാ 2.5 ഗ്ലാസ്സിലാണ് ഈ 1-ാം പാൽ നമ്മൾ എടുത്തിട്ടുള്ളത് കേട്ടോ. നല്ല കട്ടിയുള്ള 1-ാം പാലാണ്. അത് നമ്മളിതാ ഒഴിച്ച് കൊടുക്കുകയാണ്. ഇത് ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തീ കത്തിക്കില്ല. ഞാനിതാ ഗ്യാസ് ഓഫ് ചെയ്തു. നമ്മുടെ ഗോതമ്പ് പായസം റെഡി ആയിട്ടാണ്. ഇനി ഇതാ ഈ പാലിലൊന്ന് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. 1-ാം പാലൊക്കെ ഒഴിച്ചിതാ ഇതേപോലെ ഇളക്കി നമ്മുടെ പായസമായിട്ട് ഇതാ സെറ്റായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളുണ്ടല്ലോ നമ്മൾ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പ് മുന്തിരിക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഗോതമ്പ് പായസം റെഡിയായി. അപ്പോൾ നമ്മുടെ ഓണസദ്യ വിഭവങ്ങളെല്ലാം ഉണ്ടാക്കൽ കഴിഞ്ഞു കേട്ടോ. നമുക്കപ്പോൾ ഇതേപോലെ എല്ലാതും പെട്ടെന്ന് തന്നെ ഒരുമിച്ച് തയ്യാറാക്കാൻ പറ്റുക. തലേദിവസം തന്നെ കഷ്ണങ്ങളൊക്കെ നുറുക്കി വെച്ച് ഞാൻ മുന്നേ പറഞ്ഞുള്ള അതേപോലെ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം രാവിലെ എണീറ്റ വൈകി നമുക്ക് ഇതേപോലെ എല്ലാ സദ്യ വിഭവങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഓണസദ്യ ഒരുക്കാനൊക്കെ പറ്റും കേട്ടോ. അപ്പോൾ വളരെ പെട്ടെന്ന് മാക്സിമം എത്ര സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും ആ ഒരു രീതിയിലാണ് നമ്മളിന്ന് ഓണസദ്യ ഒരുക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞങ്ങളിതാ എന്താ പറയുക, കുറച്ച് ചോറൊക്കെ ഇട്ട് എല്ലാത്തിലത്തെ കറികളൊക്കെ ഒന്ന് വിളമ്പി കഴിക്കാന്ന് വെച്ചിട്ടൊന്ന് ഇരിക്കണം കേട്ടോ. അപ്പോൾ നമ്മളിന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമേ ഓണത്തിന് ഓണസദ്യ ശരിക്കും നമ്മുടെ ഫാമിലിയിലുള്ള എല്ലാവർക്കും വേണ്ടി നേരത്തെ തന്നെ ഒരുക്കി. ഒരു പായസം ഇതെല്ലാം അടക്കം ഒരു 10-23 തരായിട്ട്. അപ്പോൾ പറ്റുന്നവർ നമ്മുടെ ഫാമിലിയിലെ എല്ലാവരും ഓണത്തിന് പറ്റാവുന്ന രീതിയിൽ ഒന്ന് സദ്യയൊക്കെ ഒരുക്കിയിട്ട് കഴിച്ചോളൂ കേട്ടോ. അപ്പൊ നമ്മുടെ ഈ വിഭവങ്ങളൊക്കെ നമ്മുടെ ഓരോന്നായിട്ട് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ യൂണിക് ഫാമിലി 2.0 കാണാം കേട്ടാ. അപ്പൊ ഞങ്ങളൊന്നത് കഴിക്കട്ടെ. അപ്പൊ ഇത്രയും കറിയുള്ള കാരണം ഞങ്ങളൊരു ഇലയിലെല്ലാം ഇട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പൊ നിർത്തില്ല നമുക്ക്. അപ്പോൾ ഈ ഓണം എല്ലാവരും ഈ തരം വിഭവങ്ങളായിട്ടൊന്ന് ആഘോഷിക്കുക. അപ്പം എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് ഹാപ്പി ഓണം.